പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം ഓർപ്പിക്കുന്നു. നമുക്ക് അനുഗ്രഹീതമായ ഒരു ചിന്തയിലേക്ക് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു തുടങ്ങുകയാണ്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അതേ പ്രിയമുള്ളവരെ, കൃതാർത്ഥതയോടെ ഇരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും അതിന് വിപരീതമായിട്ടുള്ള ഒരാഗ്രഹവും ഇല്ലെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും പലർക്കും കൃതാർത്ഥനായിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെ 2 പദം പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയാം? 1, നീ കൃതാർത്ഥനാകും. 2, നീ എന്ത് ചെയ്യണം? നിന്റെ പ്രവൃത്തി സാധിക്കുമെന്നുള്ളത്. ഈ 2 കാര്യം മനുഷ്യനെ സന്തോഷപ്പെടുത്തുന്ന, ആനന്ദിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനകത്തേക്ക് കടന്നു വരുവാൻ കഴിയാതെ ആരെങ്കിലുമൊക്കെ ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ അങ്ങനെ കൃതാർത്ഥനായിരിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സാധിക്കുമോ എന്നൊക്കെ ഹൃദയത്തിനകത്ത് സംശയ വിചാരങ്ങളോടെ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളോട് പരിശുദ്ധാത്മ ഉറപ്പോടെ പറയുകയാണ്, അതേ നിന്റെ പ്രവൃത്തികൾ സാധിക്കാൻ വേണ്ടി പോകുകയാണ്. ഈ ദിവസങ്ങൾ നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കകത്ത് ഒരു സാധ്യത, ഒരു റിസൾട്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്ന ഒരൊറ്റ കാര്യം ചെയ്യുക. എന്താണെന്നറിയാം? അതിന്റെ ആദ്യ ഭാഗത്തിനകത്ത് ഇങ്ങനെ വായിക്കുകയാണ്. എന്താ വായിച്ചത്? ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതെ, നിന്റെ വായ്ക്കകത്ത് ദൈവത്തിന്റെ ശബ്ദം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ദൈവിക ശബ്ദം എന്റെയും നിങ്ങളുടെ വായിനകത്ത് ഉണ്ടാകുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നാം സംസാരിക്കുന്നത് ദൈവിക ശബ്ദങ്ങളായിരിക്കും, ദൈവത്തിന്റെ വചനങ്ങളായിരിക്കും. ഈ ന്യായപ്രമാണ പുസ്തകത്തിനകത്തുള്ളത് നിന്റെ വായ്ക്കകത്ത് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് കാണുമ്പോൾ മാത്രം വായിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് എപ്പോഴും നിന്റെ ഹൃദയത്തിനകത്ത് ഈ വചനം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതെ, നിന്റെ ഹൃദയത്തിനകത്തുള്ളതാണ് വായി കൊണ്ട് പ്രസ്താവിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി കൊണ്ട് പ്രസ്താവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയത്തിനകത്ത് വചനമുള്ളത് കൊണ്ടാണ് നിന്റെ വായിക്കകത്ത് അത് പുറപ്പെടുന്നത്. അതേ പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എന്താ തീരുമാനം? എന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ വചനമുണ്ടാകും. എന്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. രാവിലെ സമയം ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ വായിക്കകത്ത് ദൈവത്തിന്റെ വചനങ്ങൾ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നാളുകൾക്ക് മുൻപേ വായിച്ച വചനം പോലും എൻ്റെ വായിക്കകത്ത് വചനമായിട്ട് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് പോലെ എനിക്ക് പലവട്ടം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങളോട് പറയാൻ കഴിയും, നിങ്ങളുടെ യാത്രത്തിനകത്ത് നീങ്ങിപ്പോകാത്ത വചനത്തെ ദൈവം കൈമാറാൻ വേണ്ടി പോകുകയാണ്. അതേ പ്രിയമുള്ളവർ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത് ചെയ്യാൻ റെഡിയാണ്. ഇങ്ങനെ പറയുന്നു, അത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അതേ പ്രിയമുള്ളവരെ, ഇത് പ്രമാണിക്കണമെങ്കിൽ നീ രാവും പകലും ധ്യാനിക്കാൻ തയ്യാറാകണം. അതെ, ഈ വചനത്തെ നിന്റെ ജീവിതത്തിന്റെ രാവും പകലും ഒരു ധ്യാനത്തിന് കാരണമായി തീർന്നാൽ ദൈവം പറയാൻ നീ ചെയ്യുന്ന പ്രവൃത്തി സാധിക്കാൻ വേണ്ടി പോകുകയാണ്. മാത്രമല്ല, പ്രവൃത്തി സാധിക്കുക മാത്രമല്ല, നീ കൃതാർത്ഥനായിരിക്കാൻ വേണ്ടി പോകുകയാണ്. അതൊരു തൃപ്തികരമായ ജീവിതത്തിന്റെ മേഖലയിലേക്ക് ദൈവം ഈ വർഷം തമ്മിൽ നടത്താൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. അത് നീ ചെയ്യുന്ന കാര്യത്തിനകത്ത് വലിയ തീർപ്പുകൾ കൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. ദൈവാത്മ പറയുന്നു, അതിനകത്ത് നീ കൃതാർത്ഥനായിരിക്കും. നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് സാധ്യതയുണ്ടാകും. മാത്രമല്ല, നീ കൃതാർത്ഥനായിരിക്കും. നമുക്കതല്ലേ വേണ്ടത്? നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു മാറ്റമല്ലേ വേണ്ടത്? ഇന്ന് പകൽ സ്വർഗം അത് ചെയ്യാൻ റെഡിയാണ്. ഞാൻ നിങ്ങളും ഒന്നുകൂടി ഒരുങ്ങാൻ തയ്യാറായ, ഒന്നുകൂടി ഈ വചനത്തെ നിന്റെ ഹൃദയത്തിനകത്ത് ധ്യാനത്തിനു വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത, രാവും പകലും ഈ വചനം നിന്റെ ധ്യാനമായിരുന്നാൽ ദൈവാത്മ പറയുകയാണ്, നിന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വചനം നിന്റെ വായ്ക്കകത്തൂടെ അത് പ്രസ്താവിക്കാൻ തുടങ്ങും. മാത്രമല്ല, അത് വലിയ വിജയത്തിലേക്കും നന്മയിലേക്കും നിന്നെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി പോകുകയാണ്. അതെ, അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്ന് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. വചനം ധ്യാനമായി മാറട്ടെ. രാവും പകലും നിന്റെ ധ്യാനത്തിന് കാരണമായി മാറട്ടെ. നീ ചെയ്യുന്ന പ്രവൃത്തികൾ സാധ്യമായി വരട്ടെ. അതെ, നമ്മൾ ഓരോരുത്തരും കൃതാർത്ഥനായിരിക്കട്ടെ. അതെ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കൃതാർത്ഥതയോടെ ഇരിക്കാൻ. ആമേൻ. ഹല്ലേലൂയ. ചെയ്യുന്ന പ്രവൃത്തികൾ സാധ്യമായി വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. രാവും പകലും നിന്റെ വചനം ഞങ്ങളുടെ ധ്യാനമായി മാറട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തിയായി അത് വെളിപ്പെട്ടു വരട്ടെ. വചനം ഞങ്ങളുടെ അതരത്തിലൂടെ എന്നും ഉരുവിടുന്ന ദിവസങ്ങളായി മാറട്ടെ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ.